തമീമ് ഗോത്രക്കാര് റസൂലിനെ കാണാനും ഇസ്ലാം പഠിക്കാനും വേണ്ടി വന്നൊരു ഘട്ടമുണ്ട്. ഈ തമീമികൾ കടന്നു വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പമുള്ള ആരാണ്? ഖബ്ബാബ് ഇബ്നു അറത്താണ്. സാലിം മൗല അബി ഹുദൈഫയാണ്, ബിലാലാണ്, സൽമാൻ അൽ ഫാരിസിയാണ്. നാടോടിയായ സൽമാൻ അൽ ഫാരിസിയും അടിമയായ ബിലാലും നിർദ്ധനരായ കുറെ ഹബ്ബാബും, അങ്ങനെ കുറെ പാവത്തുകൾ. ആ മനുഷ്യരുടെ വേഷങ്ങളിൽ പോലും അവരുടെ മുഷിഞ്ഞ സ്മെല്ലുകളിൽ പോലും അറപ്പുണ്ട്. കാരണം അവരുടെ ജോലി അങ്ങനെയാണ്. മാടുകളെ മേയ്ക്കാൻ വേണ്ടി, ആടുകളെ മേയ്ക്കാൻ വേണ്ടി ഒറ്റത്തുണി വസ്ത്രത്തിൽ അത് അരമറച്ചു മാത്രം നിൽക്കുന്ന ആ സമൂഹത്തിന് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർക്ക് വ്യക്തമായ ഭക്ഷണ രീതികളോ കൃത്യമായ സമയച്ചിട്ടയോ കൃത്യമായ കുളിയോ നനയോ ഒന്നുമില്ല. പാവകള്. ആ പാവപ്പെട്ട കുറെ ആൾക്കാരെ കൂടെ നിൽക്കുന്ന റസൂലിനോടൊപ്പം അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിന് നടുവിൽ പ്രവാചകനെ കണ്ടപ്പോ അവർക്ക് അറപ്പ് തോന്നി. ഇതൊക്കെ ആരാണ് റസൂല് കൂടെ പിടിച്ചിരുത്താൻ പറ്റിയ ആൾക്കാരാണോ എന്ന്? അതാ ഖുർആൻ പിന്നെ സംസാരിച്ചത്. അങ്ങനെ നിങ്ങൾ നിന്ദിക്കലെന്ന്. എന്ത് സംസാരമാണ്? ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവൾ ആദരണീയരാണ് എന്ന് ബുനിയാദം. അവർക്കെന്താ കുറവ്? അവർക്കെന്താ കുറഞ്ഞു പോയത്? പണമില്ലാതെ പോയത് കുറവാണെന്ന് നിങ്ങൾ ആരാ പറഞ്ഞത്? അവിടെയാണ് നമുക്കുള്ള അപകർഷതാബോധത്തെ പോലും ഉടച്ചു കളയുന്നത്. അടിമകളായി ജീവിച്ചൊരു സമൂഹത്തെ എല്ലാം പ്രവാചകൻ സ്വതന്ത്രരാക്കി ഇസ്ലാമിന്റെ വക്താക്കളാക്കി കൂടെ നിർത്തുമ്പോ ചങ്ങലകൾ കയ്യിൽ പോവുള്ളൂ. ഹൃദയത്തിനകത്ത് അപ്പോഴും അടിമ ജീവിതം ബാക്കിയില്ലേ? ആ അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ആത്മബോധമുള്ള ഒരു സമൂഹമാക്കി, ആത്മാഭിമാനമുള്ള ഒരു സമൂഹമാക്കി റസൂൽ വളർത്തിയെടുത്തു. ഓരോ ചിട്ടയിലും കാണാൻ കഴിഞ്ഞു. ഇസ്ലാമിന് ശേഷം അവർക്ക് കൈ കൊടുത്തത് വെളുത്ത വർഗ്ഗക്കാരനാ. വെള്ളക്കാരൻ കൈ കൊടുക്കുന്നു, കറുത്ത വർഗ്ഗക്കാരൻ മുമ്പിൽ നിന്നുകൊണ്ട് ബാങ്ക് വിളിക്കുന്നു, കറുത്തവനെ നേതാവാക്കി വെച്ചുകൊണ്ട് സൈന്യത്തെ അയക്കുന്നു. അടിമകളെ അടിമകളെ നേതാവാക്കി വെക്കുകയാണ്. അടിമയെ നേതാവാക്കി സൈന്യം. സെയ്ദ് ഇബ്നു ഹാരിസയുടെ പിറകിൽ ആയിരക്കണക്കിന് സഹാബാക്കൾ അണിനിരന്നു, ആയുധങ്ങളും എന്തി. ആരാ സെയ്ദ് ഇബ്നു ഹാരിസ? അടിമ. ഖുവൈലിദിന്റെ മകൾ ഖദീജയ്ക്ക് കിട്ടിയ ഗിഫ്റ്റ്, സമ്മാനമായി കിട്ടിയ അടിമപ്പയ്യൻ. ആ അടിമപ്പയ്യനെ ഇസ്ലാം കൊണ്ടുവന്ന ഇസ്സത്ത് ഉണ്ടല്ലോ, ആ ഇസ്സത്തിന് ശേഷം ആ മനുഷ്യനെ അമീറാക്കി നിർത്തിയിട്ട് സ്വതന്ത്രരായി വിഹരിച്ചിരുന്ന ഗോത്രമഹിമ കൊണ്ട് ഊറ്റം കൊണ്ടിരുന്ന സമൂഹത്തെ പുറകിൽ അണിനിരത്തി പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.